ഉച്ചയുണ്ട് നല്ല ചിക്കൻ കറി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഒരു വിരുന്നുകാരി വന്നത്. വിരുന്നുകാരിയല്ല, വീട്ടുകാരി ഞാൻ എൻ്റെ അമ്മമ്മയുണ്ട്. അപ്പം അമ്മമ്മ വന്ന് കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്നിട്ട് ഞങ്ങൾ നേരെ ഉച്ചയുണ്ട് പരിപാടികൾ നോക്കിയേ. അങ്ങനെ നല്ല കുരുമുളകൊക്കെ ഇട്ട് നല്ല പോലെ വരട്ടി എടുത്തിട്ടുള്ള ചിക്കൻ നേരെ കുക്കറിലിട്ട് അടുപ്പത്താക്കി. പിന്നെ അമ്മമ്മ ചിക്കൻ കൂട്ടാത്ത കാരണം തന്നെ ഇവിടെ അയക്കൂറ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ കറി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അയക്കൂറയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് ചിക്കൻ കറിയൊക്കെ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേപ്പിൻ്റെലും പൊതിനയിലും ഇല്ലയെന്ന് കണ്ടപ്പോൾ അമ്മ പോയി അതൊക്കെ പറിച്ചു കൊടുന്നു. എന്നിട്ട് നല്ലപോലെ ചിക്കൻ വറവിടാൻ നോക്കട്ടെ. ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് പിന്നെ അതിലേക്ക് അമ്മ ഇങ്ങനെ ചിക്കൻ്റെ മസാല ഇട്ട് കൊടുക്കും, എന്നിട്ടാണ് ഒന്ന് വറവിട്ട് കൊടുക്കുക. അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ ചിക്കൻ കറിയൊക്കെ സെറ്റായി വന്നു. അപ്പോഴേക്ക് സിങ്ക് നിറച്ച് പാത്രങ്ങളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കഴുകി ഒതുക്കി വെച്ച് എന്നിട്ട് അമ്മ നേരെ നെയ്ച്ചോറിൻ്റെ പരിപാടികൾ നോക്കിയിട്ടാ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുക? 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള ഒരു അളവിന് ഉണ്ടാക്കും. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുകയും ചെയ്യട്ടെ. നല്ല സൂപ്പറിൽ തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ അറിയാത്തവരാരും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നെയ്ച്ചോറൊക്കെ സെറ്റായി വന്ന് നല്ല വേറിട്ട് കിടക്കുന്ന അടിപൊളി ജീരകശാല അരിയായിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നെയ്ച്ചോറും പിന്നെ ചിക്കൻ കറിയും എല്ലാം എടുത്ത് വെച്ച് ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഊണ് കഴിച്ചു. അപ്പം അത്രേ കേട്ടോ.